ലോക്കപ്പിൽ ചെന്താമര ആദ്യം ചോദിച്ചത് ചിക്കനും ചോറും. കൊലയിൽ കലാശിച്ചത് വൈരാഗ്യമെന്ന് പോലീസ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ ലോക്കപ്പിലെത്തിച്ചപ്പോൾ ആവശ്യപ്പെട്ടത് ചിക്കനും ചോറും. സുധാകരനുമായി തലേ ദിവസമുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പ്രതി ചെന്താമര പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതി വിഷം കഴിച്ചിട്ടില്ലെന്നും വൈദ്യപരിശോധനയിൽ വ്യക്തമായി. ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലുള്ള ചെന്താമരയെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. കുറെ കാലമായുള്ള വൈരാഗ്യമാണ് നെന്മാറ ഇരട്ടക്കൊലപാതകം ചെയ്യാൻ ചെന്താമരയെ പ്രേരിപ്പിച്ചതെന്ന് പാലക്കാട് SP അജിത് കുമാർ പറഞ്ഞു. കൊല ചെയ്തതിൽ പ്രതിക്ക് യാതൊരു കുറ്റബോധവുമില്ല. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതിയുടെ സാന്നിധ്യത്തിൽ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുമെന്നും പോലീസ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു. 2 ദിവസത്തിനകം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ആരംഭിക്കും. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ചെന്താമര പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. 5 പേരെയാണ് ഇയാൾ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടത്. ഭാര്യയെ കൊല്ലാനായിരുന്നു ആദ്യം ലക്ഷ്യമെങ്കിലും ഇവർ എവിടെയാണെന്ന് കണ്ടെത്താൻ ചെന്താമരയ്ക്ക് സാധിച്ചില്ല. തുടർന്നാണ് ശ്രദ്ധ സുധാകരനിലേക്ക് എത്തിയത്. സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചാണ് പാലക്കാട് എലവഞ്ചേരിയിൽ നിന്നും കൊടുവാൾ വാങ്ങിയത്. കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ ലക്ഷ്മിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും പ്രതി പറയുന്നു. നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് കുടുംബ പ്രശ്നത്തിന് കാരണമെന്ന് മന്ത്രവാദി പറഞ്ഞിരുന്നുവെന്നും അതാണ് സജിതയെ കൊലപ്പെടുത്താൻ കാരണമെന്നും ആയിരുന്നു 2019 മൊഴി. എന്നാൽ മന്ത്രവാദികളെ കണ്ടിട്ട് മാസങ്ങളായെന്നാണ് പ്രതി ഇത്തവണ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. തലേ ദിവസം വിഷം കഴിച്ചെന്ന് പ്രതി പറഞ്ഞിരുന്നു. എന്നാൽ വൈദ്യപരിശോധനയിൽ പ്രതി വിഷം കഴിച്ചിട്ടില്ലെന്ന് വ്യക്തമായി. ലോക്കപ്പിലേക്ക് വന്നു കയറിയ ഉടനെ പ്രതി പോലീസുകാരോട് ചോദിച്ചത് ചോറുണ്ടോ ചിക്കനുണ്ടോ എന്നായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്ത മെസ്സിൽ നിന്നും പോലീസ് ഇഡലിയും ഓംലറ്റും വാങ്ങി നൽകി. 2 പേരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് കണ്ടത്. പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ പ്രതി മറുപടി പറയുകയും ചെയ്തു. സ്വയം ഒരു കടുവയെ പോലെയാണ് ചെന്താമര അദ്ദേഹത്തെ കണ്ടത്. എല്ലാ കാര്യത്തിലും നല്ല പദ്ധതികൾ ഉണ്ടായിരുന്നു. എല്ലാം ആസൂത്രിതമാണെന്നും പാലക്കാട് SP പറഞ്ഞു. 2-3 ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രതി സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ല. ഏറെക്കാലം ലോറി ഡ്രൈവറായിരുന്നു. 6ാം ക്ലാസ് വരെ പഠിച്ചെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞ പോലീസ് തെരച്ചിൽ നടത്താൻ സഹായിച്ച നാട്ടുകാർക്കും നന്ദി പറഞ്ഞു.